ദാരുണമായ സംഭവമാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്, അപകടമാണ്. ആദ്യം ഇനിയും പരിക്ക് പറ്റിയ 2 പേരുണ്ട്. അവരുടെ ചികിത്സയും മറ്റു കാര്യങ്ങളുമായിട്ട് കോർപ്പറേഷൻ മേയറും ഉൾപ്പെടെയുള്ളവരും മെഡിക്കൽ കോളേജിലുണ്ട്. 3 പേര് ഇവിടെ ഉണ്ട്. സംഭവിക്കാൻ പാടില്ലാത്തതാണ്, സംഭവിച്ചു. എൻ്റെ അറിവിൽ അത് അവിടെ ഒരു അൺഫിറ്റ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അത് അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശമൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയുള്ള കൗൺസിലർമാരും അങ്ങനെ ഒരു ആവശ്യം കോർപ്പറേഷനിൽ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ, മേയറുമായിട്ട് അന്വേഷിച്ചപ്പോൾ കോർപ്പറേഷൻ കൗൺസിലർമാർ അവരൊക്കെയാണല്ലോ, ഒരു കൂട്ടായ്മയാണല്ലോ ഇത്. ഒറ്റയ്ക്ക് ആരും ഒരു മേയറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറോ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്ന എല്ലാം കൂടിയാണല്ലോ. അവിടെയുള്ള കോർപ്പറേഷൻ കൗൺസിലർമാരൊക്കെ നിരന്തരമായി അവിടെയൊക്കെ ഇടപെടുന്ന ആളുകളാണ്. അവരാരും അങ്ങനെ ഒരു ആവശ്യവും ഇതുവരെ ഉന്നയിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി കൊണ്ടുപോകുന്നത് ഒരു ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമുള്ളത്. ഇതൊരു അപകടമായി കാണണം. ആ അപകടത്തിൽ പരിക്ക് പറ്റിയവർക്കും അതുപോലെ തന്നെ ജീവൻ നഷ്ടപ്പെട്ടവർക്കും എന്താണോ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ നഷ്ടപ്പെട്ടു, അപകടം സംഭവിച്ചും പോയി. ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം ഒരു കോഴിക്കോട്ടുകാരൻ എന്നുള്ള നിലക്ക് പറയാനുണ്ട്. വല്യങ്ങാടി പോലത്തെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു വ്യാപാര കേന്ദ്രത്തിലാണ് ഈ അപകടം ഉണ്ടായത്. കോഴിക്കോട് തന്നെ ഇപ്പോൾ പച്ചക്കറി മാർക്കറ്റ് നിങ്ങൾക്കറിയാം, ഇവിടുന്ന് മാറ്റി അതിൻ്റെ ഇതേപോലെ കുറച്ച് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പച്ചക്കറി മാർക്കറ്റ് കോഴിക്കോട്ട് നിന്ന് തൊട്ടപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. ഇവിടെ നമ്മുടെ സെൻട്രൽ മാർക്കറ്റ് ഇതുപോലെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി അത് പൊളിച്ചു നീക്കുന്ന പരിപാടികളുമായിട്ട് അതിൻ്റെ പണം വെച്ചു, അതിൻ്റെ പദ്ധതികളുമായിട്ട് പോയി. ഇപ്പോൾ നമ്മുടെ വല്യങ്ങാടിയിലെ കെട്ടിടങ്ങളും അതുപോലെ നിരവധി കെട്ടിടങ്ങൾ ഇതുപോലെ ഫണ്ട് വെച്ച് കോർപ്പറേഷൻ തന്നെ ആലോചിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനൊക്കെയുള്ള ആലോചന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ DPR മറ്റും തയ്യാറായി എന്നുള്ളതാണ്. അതിൻ്റെ സാങ്കേതികത്വമൊക്കെ കോർപ്പറേഷൻ അധികാരികൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇനി പറയുകയും ചെയ്യും. എന്തു തന്നെ ആയാലും ഈ അപകടമാണ്. പൊതുവെ ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഇനി ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ഇനിയും ഇതുപോലെ ഏതെങ്കിലും അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുണ്ടെങ്കിൽ അതിന് മുൻകരുതലുകൾ എടുത്ത് ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. ഈ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞവർക്കും അതുപോലെ തന്നെ പരിക്ക് പറ്റിയവർക്കും ആവശ്യമായ സഹായങ്ങൾ അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. പക്ഷേ അതൊരു പ്രശ്നം. ഈ കൗൺസിലിൽ തന്നെ ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളെക്കുറിച്ചുള്ള ചർച്ച വന്നിരുന്നു. അതിലൊന്ന് ഈ കെട്ടിടമായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് അൺഫിറ്റ് ആണ് എന്ന സർട്ടിഫിക്കറ്റ് തരേണ്ടത് ആരാണ്, എന്തുകൊണ്ട് അൺഫിറ്റ് തന്നില്ല എന്നൊരു ഉത്തരം ശരിക്കും കോർപ്പറേഷൻ അധികാരികൾ തന്നെ പറയേണ്ടതല്ലേ? കാരണം കാലപ്പഴക്കം ചെന്നതാണ് പരിശോധിച്ച് ബോധ്യപ്പെട്ടു. ഞാൻ ഈ സംഭവം ഉണ്ടായപ്പോൾ മേയറെ സംസാരിച്ചിരുന്നു, അവരുടെ നേരത്തെ ഉത്തരവാദിത്തപ്പെട്ടവരോടും സംസാരിച്ചിരുന്നു. എൻ്റെ അറിവിൽ അങ്ങനെ കോർപ്പറേഷൻ്റെ ഒരു കൗൺസിലർമാർ